ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ ചൂടിന് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റീഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ഡ്രിങ്ക് ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മളിതിൽ ഐസ്ക്രീം ഒന്നും ചേർക്കുന്നില്ല, പക്ഷെ നമുക്കിത് കുടിക്കുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ തോന്നും. നമ്മൾ കസ്റ്റാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് റെഡിയാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഒരു പേക്ക് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാല് തിളച്ചിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ പാല് തിളച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് കസ്റ്റാർഡ് മിക്സ് നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കട്ട പിടിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബൗളിലെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കട്ട പിടിച്ചിട്ട് വരില്ല. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ പാല് ചൂടായിട്ട് വരുന്നത് വരെ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ജ്യൂസും ഡ്രിങ്കും ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മധുരം വേണമല്ലോ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പാല് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒന്നും കൂടെ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്കിതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അത് പെട്ടെന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ നമുക്ക് കൂടുതൽ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഡ്രിങ്ക് ആണല്ലോ റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 4 മിനിറ്റൊക്കെ ഗ്യാസിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാനതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് 1 സ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഈ വാനില എസൻസും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൂടുതൽ സമയം ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് നല്ലതുപോലെ കുറുക്കി എടുക്കുന്നില്ല, നമ്മളിപ്പോൾ ഇത്രയും ഇതെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ളൂ, നല്ലതുപോലെ കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തണുത്തിട്ട് വരുമ്പോഴത്തേന് നമുക്കിതുപോലെ 2 സ്പൂണ് കസ്കസാണ് നമ്മൾ കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ 2 സ്പൂണ് കസ്കസ് എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് റെഡി ആയിട്ട് വരും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഡ്രിങ്കിലേക്ക് ആവശ്യമുള്ളത് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ചെറിയൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഡ്രിങ്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആപ്പിൾ കട്ട് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, ഇതുപോലെ ഗ്രേറ്ററിന് വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ആപ്പിൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് നമ്മുടെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ക്യാരറ്റ് ഞാൻ ചെറുതേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ ക്യാരറ്റ് എടുത്തിട്ടില്ല. ഒരാപ്പിളും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ക്യാരറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് നല്ല കട്ടിയില്ലാതെ കിട്ടണം നമുക്ക്. അപ്പം നമ്മുടെ മിക്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. പുറത്ത് വെച്ച് തണുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട്
നമ്മുടെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിന് മുകളിൽ നല്ലതുപോലെ പത വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രിങ്കിൻ്റെ ഒരു പ്രത്യേകത. ഈ പതക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, മുകളിൽ നിറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആപ്പിളും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആപ്പിൾ കുറച്ച് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആപ്പിളിൻ്റെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ കുടിക്കുന്ന സമയത്ത് മാത്രം ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെക്കാതെ ഇരിക്കുക. പിന്നെ എനിക്ക് വേറെ ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേറെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഐസ് വാട്ടറോ പാലോ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് എങ്ങനെ സെർവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ട് കഴിക്കും. അത്രയും ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ 3 ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആപ്പിൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ തന്നെ അങ്ങനെ മറന്നു പോയി. നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ കളർ മാറി. എനിക്ക് വേറെ ഗ്രേറ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല, നോമ്പ് തുറക്കാനായിരുന്നു. അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.